H1N1 ഫീവർ അഥവാ സ്വൈൻ ഫ്ലൂ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കാം. പലപ്പോഴും ഒരു ജലദോഷപ്പനി പോലെ പടരുമെന്നുണ്ടെങ്കിലും എറണാകുളത്ത് 4 വയസ്സുള്ള ഒരു കുട്ടി H1N1 ബാധിച്ച് മരണമടഞ്ഞു എന്ന് നിങ്ങൾക്ക് അതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവും. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് പേരെ അഫക്ട് ചെയ്യുകയും ഒരുപക്ഷെ മരണനിരക്കോ ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് പോകാൻ കാരണമാകും. H1N1ന്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. പലർക്കും ഇത് ചെറിയ ജലദോഷപ്പനി പോലെ, ചെറിയ ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന പോലെ തുടങ്ങുമെന്നുണ്ടെങ്കിലും ഈ H1N1ന്റെ പ്രത്യേകത ഇതിന് വരുന്ന രോഗലക്ഷണങ്ങൾക്ക് തീവ്രത കൂടുതലായിരിക്കും. പനി എന്ന് പറയുന്നത് നല്ല പനി ഉണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, തൊണ്ടയിൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരും, വല്ലാത്ത കുളിര് അനുഭവപ്പെടും. വല്ലാത്ത കുളിര്, ഒരു കിടുകിടുപ്പ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. ഓർക്കാനം കാണും, ഛർദിൽ കാണും, ലൂസ് മോഷൻ കണ്ടുവന്ന് വരാം, നല്ല തലവേദന, ഭയങ്കര ക്ഷീണം, എഴുന്നേക്കാൻ പറ്റത്തില്ല. തൊണ്ടവേദനയോടൊപ്പം തന്നെ തൊണ്ട കുത്തി ചുമ കാണും. 2-ാം ദിവസം നല്ല കഫ ഇളകുന്ന പോലത്തെ ചുമയിലേക്ക് വളരെ പെട്ടെന്ന് പോയി എന്ന് വരാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കടുത്ത കഫക്കെട്ടിലേക്കോ ന്യൂമോണിയയിലേക്കോ H1N1 ഇൻഫെക്ഷൻ കൊണ്ടുവന്നെത്തിക്കും. ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് H1N1നെ തുടക്കത്തിലെ തന്നെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്ന് H1N1 വ്യാപകമായിട്ട് പടരുന്നുണ്ട്.